ഹലോ, നമുക്കിന്ന് റെസിനിൽ ഒരു മിനി ക്ലോക്ക് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 8 ഇഞ്ച് അഗേറ്റ് ഷേപ്പിലുള്ള ഒരു മോൾഡാണ്. അതിൻ്റെ സെൻറ്ററിൽ ബ്ലാക്കിൽ വെച്ചിരിക്കുന്നത് ഒരു കുഞ്ഞ് സിലിക്കൺ ക്യാപ്പാണ് കേട്ടോ. ഡ്രില്ല് ചെയ്യാതെ തന്നെ ക്ലോക്ക് മെഷീൻ അതിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് നമ്മൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ വാസലിൻ ചെറുതായിട്ട് മുക്കിയിട്ടോ എന്ത് വേണമെങ്കിലും വയ്ക്കാം. ലാവൻഡർ ഷെയ്ഡിലുള്ള മൈക്ക പൗഡർ റെസിനിലും ഹാർഡറിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പോർ ചെയ്തിട്ടിരിക്കുന്നത്. കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം ഈ കളർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിനും ഹാർഡനറും ഏതൊക്കെ റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടതെന്നും ഇതിൽ എന്തൊക്കെ പിഗ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ മൈക്ക പിഗ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഗ്ലോസി ഫീലൊക്കെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഒരു 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. PVC പ്രിൻറ്റിൽ തെർമൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് എടുത്തിരിക്കുന്നത്. ഒരു 200 to 250 റേഞ്ചോളം വരും നമുക്കിത് സ്റ്റുഡിയോയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു A3 ഷീറ്റിന്. പക്ഷെ വളരെ സേഫാണ് നമുക്കിത് റെസിനിൽ ചെയ്യാനായിട്ട്. റിയാക്ഷൻ ഒന്നും സംഭവിച്ചിട്ട് ഫോട്ടോ ഒന്നും അതിൽ നിന്ന് പ്രിൻ്റ് ഒന്നും പടർന്നു പോകത്തില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്കത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. ഗമ്മിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതിന് ശേഷം ഞങ്ങൾ OHP ഷീറ്റിലാണ് കേട്ടോ അവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബർത്ത് കലണ്ടറും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന ഒരു കോട്ടും എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ഒട്ടിക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിനുശേഷം ഞങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ക്രിക്കറ്റ് ജോയ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൽ കാണുന്ന റോമൻ ലെറ്റേഴ്സൊക്കെ പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ക്ലിയർ റെസിനാണ്. ഇതിൽ റെസിനും ഹാർഡനറും മാത്രമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിൻ്റെ ബബിൾസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഫൈനൽ കോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊരു 12 hours കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മോൾഡിൽ നിന്നും പതിയെ ഊരിയെടുക്കാം കേട്ടോ. ഈ ഒരു പ്രോസസ്സിനെ ഡീമോൾഡിങ് എന്നാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രോസസ്സുമാണിത്. ഇനി ഇതിലോട്ടാണ് നമ്മൾ നമ്മുടെ ക്ലോക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് ഈസിയാണ് കേട്ടോ. മാർക്കറ്റിൽ ഒരു 12 mm മുതൽ 28 mm വരെയുള്ള ക്ലോക്ക് മെഷീൻസ് കിട്ടും. അതിന് പറ്റിയ നീഡിൽസും കിട്ടും. അപ്പോൾ നമുക്ക് ഏത് നീഡിലും ക്ലോക്ക് മെഷീനുമാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോ പ്രോജക്റ്റിനും തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഷീന് ഫിക്സ് ആവുന്ന നീഡിൽസ് തന്നെ തിരഞ്ഞെടുക്കുക. എല്ലാ നീഡിൽസും എല്ലാ മെഷീൻ്റെ സൈസിനും ഫിക്സ് ആവണമെന്നില്ല. അപ്പോൾ നമുക്കത് രണ്ടും വേസ്റ്റായി പോകും. അപ്പോൾ എപ്പോഴും അത് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ഈ മെഷീനും നീഡിലും മേടിക്കുക. നമ്മുടെ റെസിൻ്റെ മിനി ക്ലോക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ചെയ്യാനായിട്ട് എനിക്കൊരു പ്രചോദനമാകുകയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ സ്പെഷ്യലായിട്ട് വേണം, അതിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഓരോരോ ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഞങ്ങളിതിൻ്റെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ArtQ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ റെസിനടക്കം ഉള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.